ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി ജന സർവീസായിട്ട് വർക്കിന് കയറിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമുക്ക് 50,252 കിലോമീറ്ററാണ് നിലവിൽ വണ്ടി ഓടിയേക്കുന്നത്. കംപ്ലയിൻറ്റ് നമുക്ക് പറഞ്ഞത് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, സെൽഫ് വർക്ക് ചെയ്യാത്ത ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്, ജന സർവീസ്, വാട്ടർ സർവീസ്, ഇത്രയും വർക്കാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് നിലവിൽ വർക്കിന് വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. അപ്പോൾ നമുക്ക് സെൽഫിൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്, അതിലേക്ക് കിക്കറടിച്ചാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് വർക്കിന് കയറ്റി. വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നും തോന്നണില്ല ഓടിക്കുമ്പോൾ. പിന്നെ നമുക്ക് ആ ഇൻഡിക്കേറ്ററിൻ്റെ സിഗ്നൽ ഇടുന്ന സമയത്ത് ബസർ വർക്കിംഗ് അല്ല, അതായത് ഇൻഡിക്കേറ്റർ ഇടുന്ന സൗണ്ട് ഇല്ല. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം, ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. വേണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇൻഡിക്കേറ്ററിന് ബസർ കൂടി എസ്റ്റിമേറ്റിൽ വരും. അപ്പോൾ അത് നോക്കിയിട്ട് വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ജനറലായിട്ട് സർവീസിന് വേണ്ടിയിട്ട് വണ്ടി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. കമ്പനി ലൈനർ നമുക്ക് കിടക്കുന്ന ലൈനർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ട് ബ്രേക്ക് ലൈനർ തന്നെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്കിലത്തെ ടയറൊക്കെ പുതിയ ടയറാണ്, MRF ടയറാണ്, പഴയ മോഡലാണ് കിടക്കണേന്നുള്ളൂ. ഹബിന് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് ബാക്ക് സൈഡിൽ അപ്പോൾ ബ്രേക്കുമായി ബന്ധപ്പെട്ട ആ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അത്രയാണ് മെയിനായിട്ട് അതിനകത്ത് പറഞ്ഞ കംപ്ലയിൻ്റ് ഉള്ളൂ കേട്ടോ. കംപ്ലയിൻ്റ് അല്ല, അത്രയും വർക്ക് വന്നുള്ളൂ. നമുക്ക് പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ കംപ്ലയിൻ്റ് ആണ്. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ, കാരണം നല്ല രീതിയിൽ അഴുക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എഞ്ചിൻ ഹെഡിനകത്തേക്ക് പോകുന്ന എയർ ഫ്ലോനൊക്കെ ഒരുപാട് ബാധിക്കും കേട്ടോ. ശരിക്കും എയർ ഫിൽറ്റർ മാറ്റേണ്ടി വരുന്നത് ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ്. എയർ ഫിൽറ്ററും പ്ലഗും അത് രണ്ടും സെറ്റായിട്ടാണ് മാറ്റേണ്ടത്. അത് ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ മാറ്റിയിടേണ്ടതാണ്. കാരണം അതല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. മൈലേജ് പതുക്കെ ഗ്രാജുവലി ഷോർട്ടാവുണ്ടാവും. പിന്നെ ഹെഡിലേക്കുള്ള അളവ് കൂടുതൽ വന്നിട്ടുണ്ടാവും, കരിയുടെ അളവ് കൂടും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ടാണ് ഈ എയർ ഫിൽറ്റർ പ്ലഗൊക്കെ കറക്റ്റ് ടൈമിൽ മാറ്റാൻ പറയുന്നതിൻ്റെ കേസ്. പിന്നെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ക്ലച്ചിനകത്ത് അത്യാവശ്യം ക്ലച്ച് ലൈനറും ക്ലച്ച് ഷൂവും ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. വേറെ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട പ്രശ്നമൊന്നുമില്ല. അതായത് ക്ലച്ച് ഷാഫ്റ്റിൻ്റെയും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും സൈഡിൽ നിന്ന് ഓയിൽ ലീക്കൊന്നുമില്ല. ബെൽറ്റും നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ ഇതുമ്പോൾ കിടക്കണത്. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയ ഒരു ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കത് ഇപ്പോൾ മാറ്റണമെന്നില്ല. നമ്മൾ കറക്റ്റായിട്ടാണ് സർവീസ് ചെയ്ത് പോകണമെങ്കിൽ, ജനറലായിട്ടുള്ള സർവീസ് കൃത്യമായ ഇടവേളകളിലാണ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നോക്കിയിട്ട് മാറ്റിയാലും മതി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓരോ സർവീസും വന്നത് 4 മാസം കൂടുമ്പോഴാണ്. 4 മാസത്തിലൊരിക്കലാണ്. അതായത് 120 ദിവസമാണ് ശരിക്കും എൻ്റെ സർവീസ് പീരീഡ് പറഞ്ഞത്. അതിനകത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസ് വരെയൊക്കെ കൂളായിട്ട് കിടന്നോളും, ഓടാം, കുഴപ്പമില്ല. ചെറിയൊരു ക്രാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ക്ലച്ചിനകത്ത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക. അത്രയാണ് മെയിനായിട്ട് നമുക്ക് ക്ലച്ചിൽ തന്നെ ഉറക്കുള്ളൂ. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഓയിൽ ലീക്ക് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും B6 മോഡൽ വണ്ടിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 600 മില്ലി ഓയിലാണ് മാക്സിമം അതിനകത്ത് കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് ഓരോ ഡ്രോപ്പ് നഷ്ടപ്പെട്ടാലും എഞ്ചിനത് ബാധിക്കും. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ പുറമേ നിന്ന് കാണാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ എന്തെങ്കിലും ലീക്കേജ് കണ്ടു കഴിഞ്ഞാൽ കൈയോടെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകേണ്ടതാണ്. കാരണം അത് ഓൾറെഡി നമ്മുടെ എഞ്ചിനെ ഡയറക്റ്റ് ബാധിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് കേട്ടോ. നിലവിൽ ലീക്ക് ഉണ്ട്. ഗ്യാസ്കറ്റ് ആൻഡ് റബ്ബറും മാറ്റി റീസെറ്റ് ചെയ്യാനാണ് ഏറ്റവും സേഫ്. പിന്നെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ്. ബാറ്ററി 2020 മോഡൽ വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, 2020 മോഡലാണ്. അതിൻ്റെ ഡേറ്റാണ് ഈ മെൻഷൻ ചെയ്തിട്ടാണ് ലാസ്റ്റ് 20 എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് മാറ്റേണ്ട ഒരു ടൈമാണ്. കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് കട്ടായി പോയതായിരിക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഷെല്ല് കട്ടായേക്കണാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ വണ്ടി ഒന്ന് താക്കോൽ ഓൺ ചെയ്യണം. താക്കോൽ ഓൺ ചെയ്യുമ്പോൾ നോക്കിക്കോട്ടോ, ഫുൾ ലൈൻ കട്ടായി പോവാം. അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് ശരിക്കും സെൽഫിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കാരണം ബാറ്ററിയുടെ കംപ്ലയിൻ്റാണ് ആ കാണിക്കുന്നത്. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമുക്ക് അഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്ക് വീൽ അഴിച്ച കാരണമാണ്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ബ്രേക്കും വീലും അഴിക്കും. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യും കേട്ടോ. ബ്രേക്ക് കേബിളുകൾ വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നും തോന്നുന്നില്ല. ഈ സ്പീഡോമീറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം വർക്ക് ചെയ്യുന്നുണ്ട്. തൽക്കാലം അത് കിടക്കട്ടെ, നമുക്ക് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് അതിൻ്റെ സ്വിച്ചുകളെല്ലാം തന്നെ നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്തിടും. ഇൻഡിക്കേറ്ററിൻ്റെ പ്രോബ്ലമായിട്ട് നമുക്ക് തോന്നുന്നത് ബസർ വർക്കിംഗ് അല്ല. ചിലർക്ക് ബസർ ഇഷ്ടപ്പെടില്ല വേറെ സൗണ്ട്. പക്ഷേ നിലവിൽ അത് മാത്രമാണ് ഇല്ലാത്തതായിട്ട് നമുക്ക് തോന്നുള്ളൂ. ബാക്കിയത് വർക്കിംഗ് ഓക്കെയാണ്. അപ്പോൾ ബസർ ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. നമ്മൾ കണ്ടപ്പോൾ അത് എന്നത് ഉൾപ്പെടുത്തിയെന്നുള്ളൂ. പിന്നെ പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, ജനറലായിട്ട് എയർ ഫിൽറ്ററൊക്കെ മാറ്റുന്ന കൂട്ടത്തിലാണ് നമുക്ക് പ്ലഗും മാറ്റിയിടേണ്ടത്. ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് പ്ലഗ് മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടി കൂട്ടത്തിൽ മാറ്റി പോകേണ്ടതാണ്. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഓയിൽ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ഓയിലാണ്.
അപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരുന്ന ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന് പ്ലഗ് മാറണം, എയർ ഫിൽട്ടർ മാറണം, ഹെഡിനകത്ത് വരുന്ന ഗ്യാസ്കറ്റ് റബ്ബറും മൗണ്ട് റബ്ബറും മാറ്റേണ്ടതായിട്ടുണ്ട്. ബാറ്ററി നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബസർ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ബാക്കിയത്തെ നമുക്ക് ജനറൽ സർവീസും വാട്ടർ സർവീസിനും തന്നെ. ജനറൽ സർവീസിൽ വന്ന വർക്കുകൾ തന്നെ ഉള്ളൂ എല്ലാവരും കേട്ടോ. ബാക്കിയത്തെ ലേബർ ചാർജൊക്കെ അതിനകത്ത് തന്നെ ജനറൽ സർവീസിൻ്റെ എമൗണ്ടിൽ ഉൾപ്പെട്ട് പൊക്കോളും എല്ലാ വർക്കുകളും. പിന്നെ നമുക്ക് അഡീഷണലായിട്ട് വരാമെന്ന് പറഞ്ഞാൽ ബാറ്ററി മാത്രമേ നമുക്ക് മാറ്റേണ്ടി വന്നത്. പിന്നെ വാട്ടർ സർവീസും അഡീഷണലാണ് തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ തരാം. നമുക്ക് റിപ്ലൈ കിട്ടിയിട്ട് വേണം ബാക്കി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട്. ഇവിടുത്തെ ഈ ഭാഗം സ്റ്റീലിൻ്റെ ഇതായിട്ടൊക്കെ വെൽഡിങ് വിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാമ്പ് ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ക്ലാമ്പും കൂടി സെപ്പറേറ്റ് ഇട്ട് വെച്ചേക്കാം. അതല്ലെങ്കിൽ ഇത് പൊട്ടിയിട്ട് ഇനി അടുത്ത ദിവസം കയറേണ്ടതായിട്ട് വരും. ഇവിടെയൊക്കെ വിട്ടിരിക്കാതുണ്ടോ. സ്റ്റീലായതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യൽ നടക്കില്ല. ക്ലാമ്പ് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലാമ്പും കൂടി ഇട്ട് ബലപ്പെടുത്തി വിട്ടേക്കാം. ഓക്കെ.